നമസ്കാരം. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. ഈസ്റ്റർ ഒരാഘോഷം മാത്രമല്ല, ഒരു സന്ദേശം കൂടിയാണ്. സ്നേഹവും സത്യവും മുറുകെ പിടിച്ച് മുന്നേറിയാൽ മറ്റുള്ളവർ സൃഷ്ടിക്കുന്ന മുറിവുകൾ കൊണ്ട് വേദന അനുഭവിക്കേണ്ടി വരുന്ന മനുഷ്യർക്ക് പോലും ഇന്നല്ലെങ്കിൽ നാളെ ഉയർത്തെഴുന്നേൽക്കാമെന്ന ശക്തമായൊരു സന്ദേശമുണ്ട് ഈ ദിനത്തിന് പിന്നിൽ. നമ്മളിൽ എത്ര പേർ പൂർണ്ണ സംതൃപ്തിയോടുകൂടി അത്രമാത്രം ആഹ്ലാദത്തോടുകൂടി ജീവിക്കുന്നുണ്ട് എന്ന് അന്വേഷിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും വളരെ ചെറിയൊരു ശതമാനമേ ഉള്ളൂ എന്ന്. അപ്പോൾ ആരാണ് നമ്മുടെ സന്തോഷങ്ങളെ കുരിശിൽ തറയ്ക്കുന്നത്? ആരാണ് നമ്മുടെ സ്വസ്ഥതകളെ കൽത്തുറുങ്കിൽ അടയ്ക്കുന്നത്? ഒന്നുകിൽ നമുക്ക് ചുറ്റുമുള്ള ആരൊക്കെയോ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ചെയ്തികളും അതിനെ അറിയുന്ന നമ്മുടെ മനസ്സും തന്നെയാണ് ഇവനെ കുരിശിൽ തറയ്ക്കുക എന്ന് നമ്മളോട് തന്നെ വിളിച്ചു പറയുന്നത്. മനസ്സിന് തിരിച്ചറിവ് വരുന്നതിന് മുമ്പ് നമ്മളെല്ലാം പൂർണ്ണ സംതൃപ്തരായിരുന്നു, അല്ലേ? ഏത് പരാജയത്തെയും എത്ര തവണ നേരിട്ട് നമ്മൾ വിജയിക്കുന്നത് വരെ പോരാടുമായിരുന്നു. അന്ന് വിജയം മാത്രമേ നമ്മുടെ കണക്ക് പുസ്തകത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിന് ശക്തി പ്രാപിക്കുന്നതിന് മുമ്പുള്ള കാലത്തെക്കുറിച്ചാണ്. കോടാനുകോടി ബീജാണുക്കളെ തോൽപ്പിച്ചുകൊണ്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ കാത്തിരുന്ന അണ്ടാണുവിനോട് കൂടിച്ചേർന്നപ്പോൾ തുടങ്ങിയതാണ് ആ വിജയം. മറക്കരുത്, ഒപ്പമുണ്ടായിരുന്ന കോടിക്കണക്കിന് ബീജാണുക്കളെല്ലാം അന്നേ തോറ്റുപോയി. നമ്മൾ മാത്രമാണ് ജയിച്ചത്. ഇനി 10 മാസം ഒറ്റയ്ക്ക് ഇരുട്ടറയിൽ കിടക്കേണ്ടി വന്നിട്ടും നമ്മൾ നിരാശരായില്ല. ഒരു നിമിഷം പോലും ജീവിതത്തോട് മടുപ്പ് തോന്നിയതുമില്ല. ഈ ഭൂമിയിൽ പിറന്ന് വീണതിന് ശേഷവും കമിഴ്ന്നു കിടക്കാനുള്ള തത്രപ്പാടിനിടയിൽ എത്ര വട്ടം നമ്മുടെ തലയടിച്ചു വീണു. എണീറ്റ് നിൽക്കാനുള്ള പണിപ്പാടിനിടയിൽ എത്ര വട്ടം നമ്മൾ ഉരുണ്ടു വീണു. നടക്കാൻ ശ്രമിക്കുമ്പോൾ എത്ര വട്ടം നമ്മൾ താഴെ വീണു. തോറ്റോ? ഇല്ല. കാരണം എന്താ? അന്ന് എന്തിനും ഏതിനും നമ്മുടെ മുന്നോട്ടുള്ള കുതിപ്പിനെ കുരിശിൽ തറയ്ക്കുന്ന മനസ്സിന് നമ്മളെ തളയ്ക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നില്ല. ബൈബിളില് യേശു പത്രോസിനോട് പറയുന്നുണ്ട്, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. പ്രായമാവുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്ന്. ഇവിടെ ആരാണ് ഈ മറ്റൊരുവൻ? അവനാണ് എന്തിനും ഏതിനും നമ്മെ പിന്നോട്ട് പിടിച്ചു വലിക്കുന്ന മനസ്സ്. തെറ്റാണെന്നറിഞ്ഞിട്ടും തെറ്റ് ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന മനസ്സ്. പിന്നെ അതിൻ്റെ പേരിൽ കുറ്റബോധത്തിൻ്റെ കുരിശിൽ നമ്മെ തന്നെ സ്വയം തറയ്ക്കുന്ന മനസ്സ്. ആ മനസ്സ് ഒപ്പമുള്ളിടത്തോളം ഒരു ഉയർത്തെഴുന്നേൽപ്പ് അസാധ്യമാണ്. ഒന്നുകൂടി വ്യക്തമായിട്ട് ഞാൻ പറയാം. അതായത് നമ്മെ അസംതൃപ്തിയിലേക്ക് നയിക്കുന്ന 2 ഘടകങ്ങളിൽ ഒന്ന് നമുക്ക് പുറത്തു നിൽക്കുന്നവരാണ്. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല താനും. നീതി എന്താണെന്ന് അറിഞ്ഞിട്ടും നിസ്സഹായനായി കൈകഴുകി ഒഴിയുന്ന പിലാത്തോസുമാരും കുരിശിൽ തറയ്ക്കുമ്പോഴും അവഹേളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന ആൾക്കൂട്ടവും ഒക്കെ നമുക്ക് പുറത്തുള്ളവരാണ്. അപ്പോഴും താൻ സത്യത്തിൻ്റെ പാതയിലൂടെയാണ് ജീവിച്ചത് എന്ന് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ്, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ടാണ് കുരിശിൽ കിടക്കുന്ന നേരത്തും ദൈവമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല എന്ന് പറയാൻ യേശുവിന് ധൈര്യമുണ്ടായത്. എത്രമാത്രം സത്യസന്ധരായിരുന്നാലും വിശ്വസിക്കാത്ത ഒരു വിഭാഗം അപ്പോഴും ഉണ്ടാവാം. അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, അവരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. അവൻ്റെ കൈകളിലെ ആണികളുടെ പഴുതുകൾ കണ്ടാലേ, അതിൽ തൻ്റെ വിരലിട്ട് നോക്കിയാലേ താൻ വിശ്വസിക്കൂ എന്ന് പറയുന്ന തോമസുമാർ ചുറ്റുമുണ്ടാവാം എന്നർത്ഥം. അത് അവർക്ക് വിട്ടുകൊടുക്കുക. ജിബ്രാന്റെ കണ്ണ് എന്നൊരു കഥ വായിച്ചിട്ടില്ലേ? കണ്ണ് ഒരിക്കലൊരു മഹാപർവ്വതത്തെ കണ്ടു. ആ സത്യം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്തിനും ഏതിനും ഒപ്പം നിൽക്കുന്ന കാതിനോടും നാവിനോടും ത്വക്കിനോടും മൂക്കിനോടും വിളിച്ചു പറഞ്ഞു. കാത് പർവ്വതത്തെ അറിയാൻ കേട്ടു നോക്കി, മൂക്ക് മണത്ത് നോക്കി, നാക്ക് രുചിച്ചു നോക്കി, ത്വക്ക് സ്പർശിച്ചു നോക്കി. പിന്നെ അവർ 4 പേരും കൂടിച്ചേർന്നൊരു വിധി എഴുതി, കണ്ണു പറഞ്ഞത് ഒരു പച്ച കള്ളമാണ് എന്ന്. അങ്ങനെ സത്യത്തെ കള്ളമായി വ്യാഖ്യാനിക്കുന്ന ഒപ്പം നിൽക്കുന്നവരും ഉണ്ടാവാം. ഒറ്റിക്കൊടുക്കുന്ന യൂദാസുമാരുണ്ടാവാം. തള്ളിപ്പറയുന്ന പത്രോസുമാരും ഉണ്ടാവാം. എങ്കിലും സത്യം സത്യമായിരിക്കും. അതുകൊണ്ടാണ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഈ ദിനം ഒരു ആഘോഷത്തിനപ്പുറം നമുക്കൊക്കെ ജീവിതത്തിൽ മുന്നേറാനുള്ള ഒരു സന്ദേശമായി മാറുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകൾ. നന്ദി, നമസ്കാരം.